പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയോട്ടൻ്റെ ഹിനോനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് 2 ടൈപ്പ് എഞ്ചിനാണ് വരുന്നതെന്നാണ് പറഞ്ഞത്, യൂറോ 4ഉം യൂറോ 5ഉം. അപ്പോൾ യൂറോ 4ഉം യൂറോ 5ഉം തമ്മിലുള്ള വ്യത്യാസമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടായ അനുഭവം പങ്കുവെച്ച് നമ്മൾ നോട്ടും മാത്രം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങനെ കംപ്ലൈൻ്റ് ആയ സമയത്ത് നമ്മൾ മെക്കാനിക്കിനെ വിളിച്ച് കാണിച്ചു കൊടുത്ത സമയത്താണ് മെക്കാനിക്ക് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നത്. അപ്പോൾ യൂറോ 5 എഞ്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി റീജനറേഷൻ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. സോ അതായത് നോർമലി വണ്ടികൾക്കൊക്കെ സൈലൻസറുമായി ഒരു ഫിൽറ്റർ ഉണ്ടാവും, ഇതിന് സെപ്പറേറ്റ് ഫിൽറ്ററും വരും, 2 ഫിൽറ്റർ വരും എന്ന് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ഫിൽറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് അവർ പറയുന്നത്. അതായത് ഫസ്റ്റ് വരുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള പിന്നെ പുക വരും, അത് സെക്കൻഡ് ഫിൽറ്റർ പിടിച്ചു വെച്ചിട്ട് പിന്നെ റീജനറേഷൻ നടത്തിയിട്ടാണല്ല പിന്നെ രണ്ടാമത് ആ പുക പുറന്തള്ളപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുമൂലം സംഭവിക്കുന്നതാണ് ഈ മിസ്സിങ് പോലത്തെ സംഗതികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പിന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന്മേൽ ഒരു പോയിന്റ് കാണിക്കും മീറ്ററിന്മേൽ.